നോക്കൂ, ഞാൻ കാണപ്പെട്ടെ ഇത് ഞാൻ കുറെ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പിൾ ലെഡ് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. ഞാൻ എന്താണ് പറയുന്നത്, ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി SDPI ഇറങ്ങണ്ട, അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും CPM ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ഇങ്ങനെ വരും, ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിനെ വിമർശിക്കാൻ. അത് നോ ഇഷ്യൂ. രണ്ടാമത്തത് നോക്കൂ, നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. താങ്കൾ കർണാടകയിൽ സർക്കാർ നിന്ന് വാങ്ങിയ ഭൂമിയിൽ വ്യവസായം തുടങ്ങിയില്ലെങ്കിൽ സ്വാഭാവിക എന്തോ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ, അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാം. ഇതൊരു പുതിയ തന്ത്രമൊന്നുമല്ല, ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാ. ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു, അത്രേ ഉള്ളൂ. തെറ്റ് ചെയ്തവർ വിടില്ല. ഇത് ന്യൂ ഇന്ത്യയാണ്. ഏത് മാധ്യമമാണോ ഒരു CPMന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല. അത് ഒരു കൃത്യമായ ഒരു ഫാക്ടാണ്, ഒരു ട്രൂത്താണ്. അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് നുണ പറഞ്ഞാൽ അത് മാറുന്നു വിചാരിക്കണ്ട, അത് നടക്കില്ല. താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയേണ്ട, വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരും. നിങ്ങൾ പറയണ്ട, വലിയ പ്രതിസന്ധിയല്ലേ? താങ്കൾ എന്തുകൊണ്ടാ പറയാത്തത്? വിശദീകരണമോ മറുപടി ഉണ്ടോ? പ്രസിഡന്റ് അല്ലല്ല, റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. മറ്റു മാധ്യമ പ്രവർത്തകരുടെ മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമ പ്രവർത്തനം നടത്തുന്ന സുരേഷ് ജി, മാധ്യമ പ്രവർത്തനം തന്നെയല്ലേ അഴിമതിയുടെ രേഖകളടക്കം പുറത്തു വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കളോടല്ല അധ്യക്ഷനോടാണ്. അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമാണ്. താങ്കളോട് സംസാരമില്ല. പ്രസിഡന്റ് BJP പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ്. ലോകായുക്തയിൽ ഇപ്പോഴും പരാതി, അതിൽ തീർപ്പ് കൽപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത്? ചോദ്യം. അപ്പൊ പിന്നെ ഞങ്ങൾ ഇതിന്റെ വസ്തുത ഇല്ല. ഇതിൽ നമ്മൾ മനസ്സിലാകട്ടെ, നമ്മൾ വിഡ്ഢികളാണ്, അങ്ങനെ ആരില്ലല്ലോ. മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അവർക്ക് മറുപടി കൊടുത്തോളാം. നിങ്ങളവിടെ ഇരുന്നാണ്. അന്തസ്സുള്ള അഴിമതി തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരുടെ ഉണ്ട്. റിപ്പോർട്ടർ പോലെയുള്ള അഴിമതിയുടെ പേപ്പറുകളുണ്ട്, അവർക്കാണ് മറുപടി കൊടുക്കുക. റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കർണാടകയില് നിയമസഭയിൽ അത് അവര് പറഞ്ഞല്ലോ, ഇതിലൊരു വസ്തുത ഇല്ല. ഇതിലൊരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ, നമ്മൾ വിഡ്ഢികളാണെന്നല്ലോ, അങ്ങനെ ആരില്ലല്ലോ. ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയെ കുറിച്ച് പറയുന്നു, വാസവൻ രാജിവെക്കണം, വാസവന്റെ എതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത്? ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത്? ഈ ആരോപണം കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നതാണ്. രാജീവ് ജി, എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത്? താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത്? ഇങ്ങനെ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കൾ ചോദ്യങ്ങളെ? 313 കോടി താങ്കൾ കട്ടെടുത്തെന്നാണോ രാജീവ് ചന്ദ്രശേഖർ? ഇത് സത്യമില്ല, ഇത് നുണയാണ്. പണം കട്ടെടുത്തോ?
ഏതാണ്ട് ഇത് 313 കോടിയോളം സത്യമല്ല, നുണയാണെന്ന് ഞാൻ അഭിഭാഷകർ പറഞ്ഞില്ലേ? ആരോപിക്കുന്നു. എന്താണ് എന്നെ മറുപടി? ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത്. ഇത് താങ്കൾക്ക് ഭയമാണോ? നടക്കില്ല. ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇതുവരെ ഭയമാണോ? നടന്നിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷനല്ലേ, എന്തിനാണ് ഭയപ്പെടുന്നത്? എന്റെ എതിരെയല്ലോ അവര് കൊടുത്തിരിക്കുന്നത്, അത് ഏതോ കമ്പനി. എന്നെ നോക്കൂ, ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിനെതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവുന്ന അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാവും, 100% ഉണ്ടാവും. താങ്കൾ പണം കത്തെടുത്തോ? ഏതാണ് 313 കോടിയോളം കത്തെടുത്തത് അഭിഭാഷകർ ആരോപിക്കുന്നു. എന്താണ് മറുപടി? താങ്കൾക്ക് ഭയമാണോ?